ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല വ്യത്യസ്തമായിട്ട് ഒരു കട്ട്ലേറ്റ് റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് പറയാം, ഇതേപോലത്തെ കട്ട്ലേറ്റ്സ് നിങ്ങൾ ഇതിൽ മുന്നേ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവില്ല, കഴിച്ചിട്ട് ഉണ്ടാവില്ല. അത്രയും നല്ല രുചിയായിട്ട് കട്ട്ലേറ്റ് റെസിപ്പി തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സമയത്തൊന്നും കളയാണ്ട് അവിടെ നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ എല്ലാവരും വായോ നമ്മുടെ വീഡിയോ തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമായത് ഇവിടെ ചിക്കൻ. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വാഷ് ആക്കിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് എല്ലാ വെള്ളം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കടായി എടുത്തിട്ട് 1 ടേബിൾ സ്പൂണായിട്ട് ഓയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതിലേക്ക് പച്ചമുളക് ആഡ് ആക്കിയാൽ മതി. അതിന് ശേഷം ഇപ്പോൾ ചിക്കനും പിന്നെ ആവശ്യത്തിൽ ഉപ്പും. പിന്നെ ഇത്രയും നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ആക്കണം കേട്ടോ. ഇതിലേക്ക് 1.5 കപ്പ് മാത്രമേ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കൂടുതൽ വെള്ളം ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ 500 ഗ്രാം ഒരു 1/2 കിലോ ഞാൻ ചിക്കൻ എടുത്ത കാരണം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അതേപോലത്തെ ചിക്കൻ കമ്മി ഉണ്ടെങ്കിൽ അപ്പോൾ 1 കപ്പ് മാത്രം വെള്ളം ആഡ് ആക്കിയാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടെ ലീഡ് കവറാക്കിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇതേപോലത്തെ ഒന്ന് തിളപ്പിക്കാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ മുന്നേ അപ്പോൾ ഗ്യാപ്പ് ഉണ്ടല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും അവിടെ ചോപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് അടിക്കടിക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലത്തെ നമുക്ക് ഇപ്പോൾ പകുതിൻ്റെ മേൽ വെള്ളം ഇതിലേക്ക് വെട്ടിച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു 3 ടേബിൾ സ്പൂണിൻ്റെ വെള്ളം 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ആക്കണം. അപ്പോൾ കുറച്ചുകൂടി ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ തന്നെ നമുക്ക് ഇതുപോലത്തെ ആഡ് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഓവർ കുക്ക് ഇതൊക്കെ ആയിട്ട് ചെയ്തെടുക്കേണ്ട ഇതൊന്നും ആവശ്യമില്ല. ഇനി ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ലീഡ് കവറാക്കിയിട്ട് നന്നായിട്ട് ഇതേപോലത്തെ ഒന്ന് വേവിച്ചെടുത്തിട്ട് എല്ലാ വെള്ളം നമ്മൾക്ക് വറ്റിച്ചെടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇനി വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ചൂടാറാൻ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി, പെട്ടെന്ന് ചൂട് മാറി കിട്ടും. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ചിക്കൻ ഇതേപോലത്തെ ഒന്ന് ഷ്രെഡൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒരു കറി ആക്കിയാൽ മതി. ഒരു മിക്സി ജാർ എടുക്കുക, അതിൽ നമുക്ക് എല്ലാ ചിക്കൻ മാത്രമേ ആഡ് ആക്കാൻ പറ്റിയിട്ട് അതിൽ ക്യാരറ്റ് നമുക്ക് ചേർത്തിട്ടുണ്ടല്ലേ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് ചിക്കൻ പീസസ് മാത്രം ഒന്ന് ആഡ് ആക്കിയിട്ട് പൾസ് മോഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം, സിമ്പിളായിട്ട് പണി. പിന്നെ ഇതിലേക്ക് എല്ലാം ഇതൊന്നും ഇല്ലല്ലേ, ജസ്റ്റ് അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ 2-3 പീസസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ മുന്നേ ഞാൻ ഇതേപോലത്തെ എല്ലാം പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒന്നോടക്ക് ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ഫ്രഷ് മല്ലിയില, പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ട്, അപ്പോൾ നമുക്ക് ബൈൻഡിങ് കിട്ടാൻ പറഞ്ഞിട്ട് നമുക്കൊന്ന് ചിക്കനെ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒറ്റ ഉരുളക്കിഴങ്ങ് മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലേ, കുഞ്ഞി ബേബി പൊട്ടാറ്റോ അല്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 100 ഗ്രാം ഉണ്ടാവും ഉരുളക്കിഴങ്ങ്, അത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസസ് ഉണ്ടെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒറ്റ മതിയാവും. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണായിട്ട് കുരുമുളക് പൊടി ഫ്രഷ് പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂണായിട്ട് ചെറിയ ജീരകം പൊടിച്ചത്, ഇത് വറുത്തിട്ട് ഇതൊന്നുമില്ല, ജസ്റ്റ് നോർമൽ തന്നെ പച്ച പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂണായിട്ട് ഗരം മസാല പൊടി, പിന്നെ 1 ടീസ്പൂണായിട്ട് അംചൂർ പൗഡർ ഡ്രൈ മാങ്ങാപ്പൊടി, പിന്നെ 1 ടീസ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ 1 ടീസ്പൂണായിട്ട് സോയ സോസും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ആക്കാൻ പോകുന്നത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ഇതിലേക്ക് നാരങ്ങൻ്റെ നീര്, ലൈം ജ്യൂസ്. അപ്പോൾ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ടാങ്കിനെസ് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ
ഒരു 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർത്താലും മതിയാവും. ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കണം ട്ടോ. ഇതുവരെ ഞാൻ ഉപ്പ് ആഡ് ആക്കിയിട്ടില്ല ട്ടോ. ഇത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സോയ സോസിന് കുറച്ചും കൂടി ഉപ്പുണ്ട്. ഇനി നോക്കിയിട്ട് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എനിക്ക് കുറച്ച് പോരാ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുവരെ നമുക്ക് എരിവൊന്നും ചേർത്തിട്ടില്ലല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ആയിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ആക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആയിട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടെ ഇതിലേക്ക് ചോപ്പാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ എൻ്റെ കുട്ടി ചെറിയ കുട്ടിയല്ലേ, അവരെ കളിക്കുമ്പോൾ അത് പിന്നെ കൂടുതൽ കഴിക്കില്ല. അത് കാരണം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കൂടുതൽ പച്ചമുളകും അതൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ ചേർത്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ആഡ് ആക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഇതേപോലത്തെ എല്ലാം മിക്സ് ആക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിൽ കുറച്ച് ചെറിയ ഉരുണ്ട എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലായിട്ട് ഞാനിപ്പോൾ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലത്തെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇതേപോലത്തെ ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഇഷ്ടമാണ് അതേ ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്താൽ മതി. അത്രയും പിന്നെ ഷേപ്പ് ആക്കുമ്പോൾ ടേസ്റ്റിന് ഒന്നും വ്യത്യാസം വരുന്നില്ല. നമ്മൾക്ക് എല്ലാം ഇതേപോലത്തെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പ് വരാം അതനുസരിച്ചിട്ട് നിങ്ങൾ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലത്തെ എല്ലാ കട്ട്ലേറ്റ്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ ഇത്രയ്ക്ക് ഒരു 12-15 ഞാൻ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും ചിക്കനിൽ. അപ്പോൾ നിങ്ങൾ സൈസ് ഡിപ്പെൻഡ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പം ഉണ്ടാക്കുന്നുണ്ട് ചെറുത് ഉണ്ടാക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്, ക്വാണ്ടിറ്റി വ്യത്യാസം. അപ്പോൾ ഞാനിവിടെ സെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വൻസല് അവിടെ പായസം ഇതൊക്കെ ഉണ്ടാക്കുന്ന സേവനം അത് ഒരുപാട് വലുതുണ്ടല്ലേ, അത് എടുക്കണ്ട. കട്ടി വെണ്ണ കൂടുതലായിട്ട് എടുക്കണ്ട. നൈസായിട്ട് സെയിം ഉണ്ടല്ലേ ഇതേപോലത്തെ മീഡിയമായിട്ട് അത് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വലിയൊരു മുട്ട ഉണ്ടെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് നമ്മൾക്ക് ഫ്ലേവർ ആഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ടേസ്റ്റ് അനുസരിച്ച് ഇതിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണായിട്ട് കുരുമുളക് പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കസൂരി മേത്തി ആഡ് ആക്കിയാൽ മതി, നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പല രീതിക്ക് കട്ട്ലേറ്റ്സും അതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതേപോലത്തെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ തൊട്ടവിടെ ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി മൈദപ്പൊടിക്ക് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ മൈദപ്പൊടിയാണ്, അതേ മൈദപ്പൊടിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പാക്കിയിട്ട് പിന്നെ നമ്മൾക്ക് ഈ മുട്ട പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, ഈ മുട്ടയ്ക്ക് നമ്മൾ ഡിപ്പാക്കിയിട്ട് ഇതേപോലത്തെ പിന്നെ കയ്യിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഡിപ്പാക്കിയിട്ട് നമ്മുടെ ഈ സേമ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഈ സേമയിൽ നമുക്ക് നന്നായിട്ട് ശരിക്കും നമുക്ക് ബ്രെഡ് ക്രംസിൽ നമുക്ക് ചെയ്യുമല്ലേ അതേപോലത്തെ നമുക്ക് സേമ ഒട്ടിച്ച് കൊടുക്കണം. പക്ഷേ സംഭവം അടിപൊളിയുണ്ട്. അപ്പം ഈ സേമ ഇത്തിരി നീളം വെക്കണ്ട, നന്നായിട്ട് പൊടിയാക്കി എടുത്താൽ മതി, നന്നായി പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇതൊന്നുമില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം, അത്ര തന്നെ. പിന്നെ ഇതേ സെയിം പ്രോസസ്സ് ഫസ്റ്റ് നമുക്ക് മൈദപ്പൊടിക്ക് ഡിപ്പാക്കാം. പിന്നെ നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയ്ക്ക് ആഡാക്കിയിട്ട് പിന്നെ നമുക്ക് പിന്നെ ഈ സേമ ഒട്ടിച്ച് കൊടുക്കാം. അത്രയും സിമ്പിൾ പ്രോസസ്സ് തന്നെ. അപ്പോൾ ഇതേപോലത്തെ ഞാനിവിടെ എല്ലാം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാക്കി ഇവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 20 or അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറോ അല്ലെങ്കിൽ സിപ്സ് ലോക്ക് ബാഗല്ലേ അതിൽ എല്ലാം ഇതാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോറാക്കി വയ്ക്കുക. അപ്പോൾ 2 ആഴ്ചയ്ക്ക് സ്റ്റോറാക്കി എടുത്ത് വെക്കുക കേട്ടോ. ഇത് 15 days ഒന്നും കേടിതൊന്നും വരുന്നില്ല, അതിൽ ഷെൽഫ് ലൈഫ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കിയിട്ട്
കുറഞ്ഞ് വെച്ചിട്ട് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് കട്ട്ലേറ്റിൽ ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗണിൽ നല്ല മുറിഞ്ഞ് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഇവിടെ തന്നെ നോക്കിക്കോ, സേമിയ നന്നായി ഒട്ടി പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഓയിലിൽ ഇളക്കുമ്പോൾ ഒന്ന് എന്താ പറയുക, ഓയിലിൽ സെപ്പറേറ്റ് ഇതൊന്നും ആയിട്ടില്ല, നന്നായി പിടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അതേപോലത്തെ നിങ്ങൾക്ക് സെയിം പ്രോസസ്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ റെസിപ്പി കിട്ടും. നന്നായിട്ട് മേലത്തെ ഭാഗം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല ചിക്കൻ ജ്യൂസിനെസ് ആയിട്ട് സോഫ്റ്റായിട്ട്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ്, പറയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ അല്ലാണ്ട് ഈവനിങ് സ്നാക്സിനോ എപ്പോൾ വേണം, അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റ് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങൾ എങ്ങനെ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്, ഉറപ്പായിട്ട് പറയാം എന്തായാലും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കാനല്ലേ, അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്പോൾ കുറച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യം നമുക്ക് തോന്നുമ്പോൾ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല, പക്ഷേ സേമിയ എടുക്കുമ്പോൾ പച്ച ഇതേപോലത്തെ വെള്ള കളറായിട്ട് സേമിയ എടുത്താൽ മതിയിട്ട്, നല്ല ബ്രൗൺ കളറിൻ്റെ സേമിയ എടുത്താൽ അപ്പോൾ അത് ഒരുപാട് ഫ്രൈ ആക്കുമ്പോൾ അത് കൂടുതൽ കറങ്ങി പോകുന്ന പോലെ അത് കാണും. പക്ഷേ ഇത് വെള്ള കളറിൻ്റെ സേമിയ എടുക്കുമ്പോൾ ശരിക്കും ഇത് ഫ്രൈ ആയി കിട്ടുമ്പോൾ അതുപോലത്തെ പെർഫെക്റ്റ് കളറിൽ നമുക്ക് ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ കാണുമ്പോൾ ലുക്ക് തന്നെ, പക്ഷെ കഴിക്കുമ്പോൾ കൂടെ നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും വീഡിയോ ഷെയർ ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നോമ്പാകുമ്പോഴേക്ക് വീഡിയോ എല്ലാവർക്കും എത്തിക്കണം. അത് നിങ്ങളുടെ പണി, അത്രയും നിങ്ങൾക്ക് ചെയ്യണം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് വേറെ ഇതാ നമ്മൾക്ക് ഇനി ഒന്ന് പൊട്ടിച്ച് നോക്കാം. എത്രയും ക്രിസ്പി ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്, പക്ഷെ ഉള്ളിൽ ചിക്കൻ നല്ല ജ്യൂസിനെസ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി പറയുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെ ഗ്രീൻ ചട്നീൻ്റെ കൂടെ, അപ്പോൾ ഇത് ശരിക്കും ഗ്രീൻ ചട്നീൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ. അപ്പോൾ ഗ്രീൻ ചട്നീൻ്റെ ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ തയ്യാറാക്കി എടുക്കാം ഗ്രീൻ ചട്നി സിമ്പിളായിട്ട്. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ നേരില്ലേ കുഴപ്പമില്ല, കെച്ചപ്പായിട്ട് അവിടെ വന്നു എൻജോയ് ആക്കുക. അപ്പോൾ ഇതേപോലത്തെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇനി അടുത്ത വീഡിയോയ്ക്ക് നല്ല പുതിയ റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, സ്റ്റേ ഹാപ്പി.